ഗുഡ് ഈവനിംഗ് പ്രജിൻ. ഗുഡ് ഈവനിംഗ് വിജയകുമാർ. യെസ്, അപ്പോൾ ആദ്യ ദിവസം 14 പത്രിക, അതിലൊന്ന് LDF സ്ഥാനാർത്ഥി കൊല്ലം, മറ്റൊന്ന് NDA സ്ഥാനാർത്ഥി കാസർഗോഡ്. അങ്ങനെ സമ്പന്നമാവുകയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗം. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടങ്ങിയതോടുകൂടി ഇന്നലെ വരെ നമ്മൾ പറഞ്ഞതുപോലെയല്ല, ഇന്ന് അതിന്റെ പ്രോസസ്, അതിന്റെ പ്രക്രിയ തുടങ്ങിയിരിക്കുന്നു. അതിന്റെ ആവേശം ഇന്ന് എനിക്ക് തോന്നുന്നു ഇലക്ഷൻ സ്റ്റണ്ടിലും ഉണ്ടല്ലേ? ഉറപ്പല്ലേ? കാരണം ഒരുപാട് വിശേഷങ്ങളുണ്ട്. നമ്മൾ സാധാരണ എല്ലാ ദിവസവും കാണുന്ന സെഗ്മെന്റുകളുണ്ട്, അതിൽ തന്നെ ചില സസ്പെൻസുകളുണ്ട്. അപ്പം തുടങ്ങല്ലേ നമുക്ക്? യെസ്, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇലക്ഷൻ സ്റ്റണ്ടിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. വിജയകുമാർ, ഈ ഡൽഹിയിലെ വിഷയം തന്നെ, അല്ലെങ്കിൽ കെജ്രിവാളിന്റെ വിഷയം, അത് വലിയ ചർച്ചയാക്കുന്നുണ്ട്. ഇപ്പോഴും ഇന്ത്യ മുന്നണി കൃത്യമായി അതിനെ ഏറ്റെടുത്തിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി ഇത് രാഷ്ട്രീയമായി തന്നെ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇന്നത്തെ അപ്ഡേറ്റ് നോക്കാം. കസ്റ്റഡിയിൽ നിന്നുള്ള ഭരണം വേണ്ട എന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനോട് ലഫ്റ്റനന്റ് ഗവർണർ വിനയ് സക്സേന പറഞ്ഞു എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാന വാർത്തകളിൽ അല്ലെങ്കിൽ നീക്കങ്ങളിൽ ഒന്നായി വന്നത്. ഇതോടെ ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണത്തിനുള്ള നീക്കമാണെന്ന വ്യാപക അഭ്യൂഹങ്ങൾ പരക്കുകയുമാണ്. തീരുമാനം ഔദ്യോഗികമായി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. അതേസമയം ഡൽഹിയിലെ റൌസ് അവന്യൂ കോടതിയിൽ ഇന്ന് അത്യന്തം നാടകീയ സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഇഡിക്കുള്ള മറുവാദം ഉയർത്തിയത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകനല്ല, മറിച്ച് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തന്നെ അദ്ദേഹത്തിന് വേണ്ടി കോടതിയിൽ ഇന്ന് വാദിച്ചു എന്നതായിരുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ ശരത് ചന്ദ്ര റെഡ്ഡിയിൽ നിന്ന് 50 കോടി കൈപ്പറ്റിയ BJP കുറിച്ചൊക്കെ അന്വേഷണം വേണമെന്നൊക്കെ ഇന്ന് അരവിന്ദ് കെജ്രിവാൾ ഇന്ന് കോടതിയിൽ വാദിക്കുകയും ചെയ്തു. അതേസമയം കണ്ണൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ണൂർ പയ്യാമ്പലത്ത് അവിടെ നിന്നും പുറത്തു വന്ന വാർത്തയുണ്ട്. അത് വലിയ വാർത്തയായി മാറുന്നുണ്ട്. CPIM നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളിൽ രാസവസ്തുക്കൾ ഒഴിച്ചു എന്നാണ് അവിടെ കണ്ടെത്തിയിരിക്കുന്നത്. പ്രത്യേക പോലീസ് സംഘം അതിൽ CPMന്റെ പരാതിയിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. നമ്മളേതായാലും നമ്മളുടെ പതിവ് സെഗ്മെന്റിലേക്ക് കടക്കുന്നു. ഇലക്ഷൻ ഹോട്ട്. എന്തായാലും ഒരു മുഖ്യമന്ത്രി രാജ്യചരിത്രത്തിൽ ആദ്യമായി പ്രതിക്കൂട്ടിൽ നിന്ന് സ്വയം നടത്തിയ വാദങ്ങളാണ് ഇന്നത്തെ ചൂടുള്ള വാർത്ത എന്ന് പറഞ്ഞല്ലോ. അത്യന്തം നാടകീയമായ രംഗങ്ങൾക്കാണ് ഇന്ന് കോടതി മുറി സാക്ഷിയായത്. അന്വേഷണത്തിൽ സഹകരിക്കുന്നില്ല എന്നതു മുതൽ കെജ്രിവാൾ 100 കോടി കോഴ ആവശ്യപ്പെട്ടതിന് തെളിവുകളുണ്ട് എന്ന് വരെയായിരുന്നു ഇഡിയുടെ വാദം. മാപ്പുസാക്ഷിയാക്കിയ P. ശരത് ചന്ദ്ര റെഡ്ഡി BJPക്ക് 55 കോടി നൽകിയത് ഉന്നയിച്ച് കെജ്രിവാൾ മറുപടി നൽകുകയും ചെയ്തു. റൌസ് അവന്യൂ കോടതിയിലെ 512-ാം കോടതി മുറിയിലെ പ്രതിക്കൂട്ടിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വാദം സ്വന്തം വക്കീലിന് വിട്ടുകൊടുക്കാതെ കോടതിയോട് ചോദിച്ചു വാങ്ങിയുള്ള നിൽപ്പ്. മുഖ്യമന്ത്രിയുടേത് ഷോയാണെന്ന് ED. ജാമ്യം കിട്ടിയില്ലെങ്കിലും ഇന്നത്തെ ഷോമാൻ വേറെ ആരുമല്ലെന്ന് പ്രതിക്കൂട്ടിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞാണ് മുഖ്യമന്ത്രി വീണ്ടും കസ്റ്റഡിയിലേക്ക് മടങ്ങിയത്. ED ആവശ്യങ്ങൾ ഇങ്ങനെ: കേസിലെ പ്രതികളുമായി കെജ്രിവാളിനെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യണം. ഗോവയിലെ AAP സ്ഥാനാർത്ഥികളുടെ മൊഴികൾ രേഖപ്പെടുത്തി വരികയാണ്. ഇവർക്കൊപ്പവും കെജ്രിവാളിനെ ചോദ്യം ചെയ്യണം. പാസ്വേഡ് നൽകാത്തതിനാൽ ഡിജിറ്റൽ രേഖകൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ബോധപൂർവം അന്വേഷണത്തോട് നിസ്സഹകരിക്കുന്നു. കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്കായി 7 ദിവസത്തെ കസ്റ്റഡിയിൽ വേണം. എന്നാൽ ഇതിനു മറുപടിയായി കെജ്രിവാൾ കോടതിക്ക് മുന്നിൽ നിരവധി ചോദ്യങ്ങൾ ഉയർത്തി. മദ്യനയവുമായി ബന്ധപ്പെട്ട് 2 വർഷമായി നടക്കുന്ന കേസിൽ താൻ കുറ്റക്കാരനാണെന്ന് ഒരു കോടതിയും കണ്ടെത്തിയിട്ടില്ല. തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള തെളിവുകളുണ്ടോ? തന്റെ വസതിയിൽ മന്ത്രിമാർ എത്തിയെന്നതുകൊണ്ട് അറസ്റ്റ് ചെയ്യാനാകുമോ? 100 കോടിയുടെ അഴിമതി നടന്നെങ്കിൽ പണം എവിടെ? കേസിൽ മാപ്പുസാക്ഷിയായ P. ശരത് ചന്ദ്ര റെഡ്ഡി BJPക്ക് 55 കോടി രൂപ നൽകി. അറസ്റ്റിന് ശേഷമാണ് ഇതിൽ 50 കോടി കൈമാറിയത്. കെജ്രിവാൾ 100 കോടി രൂപ കോഴ ആവശ്യപ്പെട്ടതിന് തെളിവുകളുണ്ടെന്നും മുഖ്യമന്ത്രി നിയമത്തിന് അതീതനല്ല എന്നുമായിരുന്നു EDയുടെ മറുപടി. ഒടുവിൽ പ്രത്യേക കോടതിയിലെ ജഡ്ജി കാവേരി ബാവേജ പുറപ്പെടുവിച്ച ഉത്തരവ് കെജ്രിവാളിന് ആശ്വസിക്കാൻ വക നൽകിയില്ല. ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും റൌസ് അവന്യൂ കോടതിയിൽ നിന്നും ഇതുവരെയും അരവിന്ദ് കെജ്രിവാളിന് അനുകൂല ഇടപെടൽ ഉണ്ടായിട്ടില്ല. അനിശ്ചിതകാലത്തേക്ക് ജയിലിൽ കിടന്ന കെജ്രിവാളിന് ഡൽഹി ഭരിക്കേണ്ടി വരുമോ എന്നാണ് ഇനി കാണേണ്ടത്. അതോ അതിനു മുൻപ് ലഫ്റ്റനന്റ് ഗവർണർ ഇടപെടുമോ എന്ന ചോദ്യവും ഉയരുന്നു. R. അച്യുതൻ, 24, ഡൽഹി. വിജയകുമാർ, അപ്പോൾ ഡൽഹിയിൽ ഒരു രാഷ്ട്രപതി ഭരണം ഉണ്ടാകുമോ, അത് വരുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ വളരെ ചൂടുപിടിച്ചു വരുന്നുണ്ടല്ലേ? അതായത് വളരെ സജീവമാണ് ആ ചർച്ച. ലഫ്റ്റനന്റ് ഗവർണർ അത്തരം ഒരു റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി നിയമോപദേശം തേടി എന്നുവരെ വിവരങ്ങളുണ്ട്. പക്ഷെ ഔദ്യോഗികമായ സ്ഥിരീകരണമൊന്നുമില്ല. പ്രജിന് ഒരു ചോദ്യം. ഈ
ഈ ഡൽഹിയിലെ ഈ കോടതിയുടെ പേര് റൗസ് അവന്യൂ ആണോ റോസ് അവന്യൂ ആണോ? റൗസ് അവന്യൂ എന്നാണ്. റൗസ് അവന്യൂ ആണ് അല്ലേ? റൗസ് അവന്യൂ പ്രൊനൗൺസിയേഷൻ റൗസ് അവന്യൂ എന്നാണ്. യെസ്, പലരും റോസ് അവന്യൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ റൗസ് അവന്യൂ എന്നത് ഒരു പക്ഷേ എന്താണ്, നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന ഒരു പ്രക്രിയയെ അതെ. റൗസ് എന്ന് വിശേഷിപ്പിക്കാം എന്ന് കണ്ടു. അപ്പോൾ ആ റൗസ് അവന്യൂ എന്നത് യഥാർത്ഥത്തിൽ ഈ കോടതി ഇരിക്കുന്ന സ്ഥലമാണെങ്കിൽ പോലും അതിനൊരു ആ പേര് മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ഇഡിയുടെ ഈ കേസ് ഈ റൗസ് അവന്യൂവിലെ PMLA കോടതിയാണ് കോടതിയാണ്. പരിഗണിക്കുന്നത്. ശരിക്കും അങ്ങനെയാണ് അല്ലേ? കോംപ്ലക്സ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ റൗസ് അവന്യൂവിലെ ഈ PMLA കോടതിയാണ് ഈ കേസ് പരിഗണിക്കുന്നുള്ളതാണ്. യെസ്, അപ്പോൾ നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് പോകുന്നു. മണ്ഡല പരിചയം. അപ്പോൾ നമ്മുടെ പതിവ് സെഗ്മെന്റാണിത്. അപ്പോൾ ഇന്ന് എങ്ങോട്ടാണ് നമ്മൾ മണ്ഡല പരിചയമായി പോകുന്നത് നോക്കിക്കഴിഞ്ഞാൽ പൊതുതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ ഉരുക്കുകോട്ട എന്നറിയപ്പെടുന്ന ഒരു മണ്ഡലമുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ എറണാകുളമാണ്. നമ്മളൊക്കെ ഇപ്പോൾ ഉള്ള ഈ എറണാകുളം മണ്ഡലം. രാജ്യത്ത് തന്നെ 10ലേറെ തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിച്ച മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് എറണാകുളം. ഇത്തവണ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് എന്ന അവകാശവാദമാണ് LDF ഉയർത്തുന്നത്. BJPയും 2020 മത്സരിക്കുമ്പോൾ ആരുടെ വോട്ടുകളാണ് ഭിന്നിക്കുക എന്നതാണ് ഉയരുന്ന ഒരു ചോദ്യം. എറണാകുളം ലോക്സഭാ മണ്ഡലം UDFന്റെ ഉരുക്കുകോട്ട. നടന്ന 19 തെരഞ്ഞെടുപ്പിൽ 16 വിജയിച്ചത് UDF സ്ഥാനാർത്ഥി. 3 തവണ മാത്രമാണ് എറണാകുളം ഇടതോരം ചേർന്നത്. തൃപ്പൂണിത്തുറ, കൊച്ചി, കളമശ്ശേരി, എറണാകുളം, വൈപ്പിൻ, പറവൂർ, തൃക്കാക്കര ഉൾപ്പെടെ 7 നിയമസഭാ മണ്ഡലങ്ങൾ. 3ഇടത്ത് LDFും 4ഇടത്ത് UDFും. മണ്ഡലം നിലനിർത്താൻ ഹൈബി ഈഡൻ, പിതാവിനെ പോലെ സ്വീകാര്യൻ. കഴിഞ്ഞ തവണ P രാജീവിനെ പരാജയപ്പെടുത്തത് 1.69 ലക്ഷം വോട്ടിന്. ഞങ്ങൾ എല്ലാ ഫോഴ്സസും ഉപയോഗിച്ച് സംഘടനാപരമായ ദൗർബല്യങ്ങളെല്ലാം മാറ്റി മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ 9 സ്വകാര്യ ബില്ല് അവതരിപ്പിച്ചു. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഡോക്ടേഴ്സിനും ഹെൽത്ത് സ്റ്റാഫിനും എതിരെയുള്ള ആക്രമണം ചെറുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബില്ലാണ്. സ്ത്രീകൾക്ക് ഫ്രീ ആക്സസ് ടു മെൻസ്ട്രുവൽ പ്രോഡക്ട്സ്, അവർക്ക് മെൻസ്ട്രുവൽ ലീവ് സ്കൂൾ ആൻഡ് കോളേജ് സ്റ്റുഡൻസ് ആൻഡ് വർക്കിംഗ് വിമന് കൊടുക്കണം എന്ന് പറഞ്ഞു. അതൊന്നും നിങ്ങൾ ചർച്ച ചെയ്തില്ലല്ലോ. ഇടതുപക്ഷത്തെ എറണാകുളം ലോക്സഭാ മണ്ഡലം പിന്തുണച്ചത് 3 തവണ മാത്രം. ഇപ്രാവശ്യം KJ ഷൈൻ എന്ന വനിതാ സ്ഥാനാർത്ഥിയിലൂടെ 4ാം വിജയമാണ് ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ. ദാരിദ്ര്യത്തിനൊരു മതമില്ല, തൊഴിലില്ലായ്മയ്ക്കൊരു മതമില്ല. സമൂഹത്തിൽ അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ, സ്വസ്ഥത നഷ്ടപ്പെടുമ്പോൾ അതെല്ലാവരെയും ബാധിക്കുന്നതാണ്. അപ്പോൾ മതനിരപേക്ഷമായി ജനങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും, ജനങ്ങളുടെ മനുഷ്യാവകാശങ്ങൾ, ജനാധിപത്യ അവകാശങ്ങൾ അത് സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരും കൂടി ഉണ്ടാവും എന്നുള്ള ഉറച്ച വിശ്വാസമാണുള്ളത്. കഴിഞ്ഞ തവണ അൽഫോൺസ് കണ്ണന്താനത്തിലൂടെ BJP നേടിയത് 1.37 ലക്ഷം വോട്ട്. മുൻ കോൺഗ്രസ് നേതാവും PSC ചെയർമാനുമായിരുന്ന ഡോക്ടർ KS രാധാകൃഷ്ണൻ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുമെന്നാണ് BJP പ്രതീക്ഷ. കൊച്ചിയുടെ 4 പ്രശ്നങ്ങൾ പറയാം ഇതുവരെ പരിഹാരം ഉണ്ടായിട്ടില്ലാത്ത. ഒന്ന്, കുടിവെള്ളക്ഷാമം പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. വെള്ളക്കെട്ട് പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ കൊതുക് ശല്യം പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. മാലിന്യ നിർമ്മാർജ്ജന പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ? അപ്പോൾ കൊച്ചിയുമായി ബന്ധപ്പെട്ട കൊച്ചിയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഒന്നും തന്നെ പരിഹരിച്ചിട്ടില്ല. പ്രബല മുന്നണികളെ സമ്മർദ്ദത്തിലാക്കാൻ 2020 സ്ഥാനാർത്ഥിയുമുണ്ട് എറണാകുളത്ത്. അഡ്വക്കേറ്റ് ആന്റണി ജൂഡി, സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി. എല്ലാ ഘട്ടത്തിലും അല്ലെങ്കിൽ തലങ്ങളിലുള്ള ജനങ്ങളും ആഗ്രഹിക്കുന്ന ഒരു മാറ്റമാണ്. ഒരു മോഡൽ പറയാൻ നമ്മുടെ ഈ ഒരു പ്രസ്ഥാനത്തിനുണ്ട്. ആ മോഡലിൽ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. അവർ ആഗ്രഹിക്കുന്നത് ആ ഒരു മോഡൽ നമ്മൾ വസിക്കുന്ന ഇടങ്ങളിലേക്ക് കടന്നു വരണമെന്നാണ്. അതുകൊണ്ട് തന്നെ പ്രായഭേദമന്യേ അല്ലെങ്കിൽ ആ ഒരു തലങ്ങൾ ഭേദമന്യേ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു മാറ്റമാണ്. ആ മാറ്റത്തിനായിട്ടാണ് 2020 എന്ന പ്രസ്ഥാനം. വ്യവസായ നഗരമായതിനാൽ വികസനം തന്നെയാണ് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയം. റോഡ് നവീകരണം മുതൽ കേരയിൽ വരെ നീളും ആ ചർച്ചകൾ. ഈ ചർച്ചകളെല്ലാം ആർക്ക് വോട്ടായി തീരുമെന്ന് കാത്തിരുന്നു കാണാം. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. അപ്പോൾ അതാണ് എറണാകുളത്തിന്റെ കാര്യങ്ങളല്ലേ? അതെ. പക്ഷേ ഞാൻ ഈ യൂട്യൂബ് നമ്മുടെ കമന്റ്സ് സാധാരണ ഇതിൽ നോക്കുമ്പോഴേ ഇന്ന് ഞാൻ ഞെട്ടിരിക്കുകയാണ്. കുട്ടിമാമ, ഞാൻ ഞെട്ടിമാമ. ഹേ പ്രഭു, നോക്കേണ്ടി വരും. കാരണം വെച്ചാലേ നമ്മുടെ സ്ഥിരമായിട്ട് വരുന്ന കക്ഷികളൊന്നും ഇന്ന് കാണുന്നില്ല. ഇത് എവിടെ പോയി? അതെല്ലേ കാണാൻ സമയം ആകെയുള്ളത് നമ്മുടെ വസന്തകുമാരി ഉണ്ട്, സ്ഥിരമായിട്ട് എന്നും കാണുന്നത്. ആമിന ഇപ്പോൾ വന്നിട്ടുണ്ട്. അങ്ങനെ
കുറെ പേര് എന്നും വരാറുണ്ട്, പക്ഷെ അവർ ഇന്ന് കാണുന്നില്ല. അവർ എവിടെ പോയി എന്നുള്ളതാണ് പിന്നെ ഞാൻ ഒരു ചിന്ത ഉണ്ടാവുമല്ലേ. പമ്മി ഇരിക്കുകയായിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. എവിടെയാണ് അപ്പോൾ നമ്മൾ അടുത്തതായി പോകുന്നത് മൈക്കിന് മുമ്പിലെ സ്ഥാനാർത്ഥികളുടെ പദം പറച്ചിലുകളിലേക്കാണ്. ഇനി കാണാം മൈക്ക്. പ്രചാരണ കോലാഹലം നടക്കുകയാണ്. വലിയ രീതിയിലുള്ള ആവേശമുണ്ട്. എന്നാൽ ഒരു നാരങ്ങാ വെള്ളം പോലും വാങ്ങിക്കുടിക്കാൻ കഴിയാതെ പ്രചാരണം നടത്തേണ്ടി വന്നാലോ എന്നൊരു ചോദ്യമുണ്ട്. ഈ ചൂടത്ത് തടർന്നു വീഴും എന്നല്ലാതെ മറ്റൊന്നും സംഭവിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. മുണ്ട് മുറുക്കി എടുക്കണമെന്ന് ധനമന്ത്രി പറഞ്ഞത് അനുസരിക്കേണ്ടി വന്ന ഒരാളിലേക്കാണ് നമ്മുടെ ഇനിയത്തെ കാഴ്ച. മുഖ്യമന്ത്രി പറയുന്നത് പോലെ തന്നെ മടിയിൽ ഒരു കനവുമില്ല എന്നാണ് ഈ സ്ഥാനാർത്ഥിയും പറയുന്നത്. പ്രവർത്തകർ കൈക്കാശെടുത്ത് കാലിച്ചായ കുടിച്ച് പ്രചാരണം നടത്തേണ്ട സ്ഥിതിയാണ്. അത് നമുക്ക് കേൾക്കാം. ഞങ്ങൾക്ക് നല്ലപോലെ ഫണ്ടിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിക്ക് അനുവദിക്കുന്ന ചിലവഴിക്കാവുന്ന സംഖ്യ 95 ലക്ഷമാണ്. പക്ഷേ 25 ലക്ഷം പോലും കയ്യിലില്ല. പക്ഷെ എങ്കിലും ഞങ്ങളുടെ പ്രവർത്തകർ മുണ്ട് മുറുക്കി കൊടുത്ത് ഈ ചൂട് കാലത്ത് ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം പോലും കുടിക്കാതെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി സജീവമായിട്ട് രംഗത്തുണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെ ഉത്തേജനം. ED ഇടയ്ക്ക് വരെ ഇടയ്ക്ക് അപ്രത്യക്ഷമാവും. ED വന്നാൽ കണക്കാക്കണം ഡീൽ ആരംഭിച്ചു. ED നിശബ്ദമായാൽ ഡീൽ ഉറപ്പിച്ചു. ഇപ്പം ഞങ്ങളിവിടെ BJP 3ാം സ്ഥാനത്തേക്ക് വിടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ BJP 1ാം സ്ഥാനത്ത് എത്തിക്കാനാണ് പിണറായി വിജയന്റെ ശ്രമം. നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം അറിയണ്ടേ? ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു മികച്ച ഗായകൻ കൂടിയാണോ? തീർച്ചയായിട്ടും മികച്ച ഗായകൻ. എല്ലാ പൊതുവേദികളിലും പലപ്പോഴും അദ്ദേഹത്തിന്റെ പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു പാട്ടുണ്ട്, കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും. ആ പാട്ടാണ് അദ്ദേഹത്തിന്റെ ഹിറ്റ് അല്ലേ? അപ്പോ ഇനി ആളിനെ അങ്ങ് പറഞ്ഞു. അതെ, അത് മറ്റാരുമല്ല, കടന്നപ്പള്ളി രാമചന്ദ്രനാണ്. അന്ന് കോൺഗ്രസിനൊപ്പമായിരുന്നു, ഇന്നിപ്പോൾ LDFന്റെ ഭാഗമാണ്. കോൺഗ്രസ് എസ് അല്ലേ? കോൺഗ്രസിലെ കാലാകാലങ്ങളിലുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങൾ, ചർച്ചകൾക്കൊക്കെ ഭാഗമായ ഒരു രാഷ്ട്രീയ വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം. പക്ഷേ എന്നെ ഞെട്ടിച്ചൊരു കാര്യമുണ്ട്, നമ്മുടെ പ്രേക്ഷകരുടെ ജനറൽ നോളജ് ഒരു രക്ഷയില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പിന്റെ അതിന്റെ ചരിത്രം അറിയുക, അതിന്റെ പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കുക, അതിനായി ശ്രമിക്കുക. ഒരുപാട് പേര് ശരി ഉത്തരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഏറ്റവും ആദ്യം പറഞ്ഞത് നമ്മുടെ വിനീത് നാരായണൻകുട്ടി എന്ന് പറയുന്ന പ്രേക്ഷകരാണ്. കടന്നപ്പള്ളി രാമചന്ദ്രന്റെ ശരി ഉത്തരം പറഞ്ഞത്. പക്ഷെ അതിന് പിന്നാലെ നിരയായിട്ട് ഒരുപാട് പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ റീന സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇനി 24 കാണുന്നത് PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ കൂടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു കോംപ്ലിമെന്റ് ആണ്. അല്ല, ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട് അല്ലേ? ചോദ്യങ്ങളായും ഉത്തരങ്ങളായും ഒക്കെ നാളെ നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്തരം ഒരു സെഗ്മെന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. വേരുകൾ. ISRO ചാരക്കേസ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മൾ അതിനെപ്പറ്റി പറയുന്നത്. പക്ഷേ ഒരു വിവരവും ചോർന്നതിനും ചോർത്താൻ ശ്രമിച്ചതിനും തെളിവില്ല എന്നുള്ള കോടതി വിധികൾ നമ്മളുടെ മുന്നിലുണ്ട്. പ്രധാന പ്രതിയായി ആരോപിച്ച് അറസ്റ്റ് ചെയ്ത നമ്പി നാരായണന് നഷ്ടപരിഹാരം നൽകാൻ സുപ്രീം കോടതി വിധിക്കുകയും സംസ്ഥാനം അത് നൽകുകയും ചെയ്തു. കേസ് മൂലം രാഷ്ട്രീയത്തിലുണ്ടായ ചലനം എന്ന് പറയുന്നത് K കരുണാകരന് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. പിന്നാലെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തം തട്ടകമായ തൃശൂരിൽ അദ്ദേഹം തോൽക്കുകയും ചെയ്തു. ആ കേസിന്റെ വേരുകളിലേക്കാണ് ഇന്ന്. ISRO ചാരക്കേസ് ഇപ്പോഴില്ല. ഉള്ളത് ചാരക്കേസിനായി നടത്തിയ ഗൂഢാലോചനയ്ക്കെതിരായ കേസാണ്. അതിൽ അന്വേഷണം നേരിടുന്നത് പ്രഗത്ഭരായ കുറ്റാന്വേഷകർ എന്ന് പേരുകേട്ട DGP സിബി മാത്യൂസ്, മുൻ ഗുജറാത്ത് DGP RB ശ്രീകുമാർ, കേസ് രജിസ്റ്റർ ചെയ്ത സർക്കിൾ ഇൻസ്പെക്ടർ S വിജയൻ തുടങ്ങിയവരാണ്. കേസ് നടപടികൾ ആരംഭിക്കുന്നത് 1994 നവംബറിൽ. ISROയിൽ നിന്ന് ക്രയോജനിക് സാങ്കേതിക വിദ്യയുടെ ഗവേഷണ ഫലങ്ങൾ ചോർന്നുവെന്ന് കാണിച്ച് തിരുവനന്തപുരത്ത് സർക്കിൾ ഇൻസ്പെക്ടർ S വിജയൻ രജിസ്റ്റർ ചെയ്തതാണ് കേസ്. ശാസ്ത്രജ്ഞനായ നമ്പി നാരായണനൊപ്പം S ശശികുമാറും കൂട്ടുപ്രതി. മാലി സ്വദേശികളായ മറിയം റഷീദ, ഫൗസിയ ഹസൻ എന്നിവരുടെ അറസ്റ്റാണ് കേസ് നമ്പി നാരായണനിലേക്ക് എത്തിച്ചത്. പോലീസ് പരിശോധനയ്ക്കിടെ വിസ കാലാവധി കഴിഞ്ഞ മറിയം റഷീദ പിടിയിലായി. പിന്നാലെ ബംഗളൂരുവിൽ നിന്ന് ഫൗസിയ ഹസനും. ഫൗസിയയ്ക്ക് ശശികുമാറിനെയും അതുവഴി നമ്പി നാരായണനെയും അറിയാമായിരുന്നു എന്ന് FIR. നമ്പി നാരായണനും ശശികുമാറും ചാരപ്രവർത്തനം നടത്തിയിട്ടില്ല എന്ന് രമൺ ശ്രീവാസ്തവ റിപ്പോർട്ട് നൽകി. രമൺ ശ്രീവാസ്തവയുടെ നിലപാടിനെ പിന്തുണച്ച് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രസ്താവനയും നടത്തി. അന്വേഷണം നടക്കുന്ന കേസിൽ മുഖ്യമന്ത്രി ക്രമവിരുദ്ധമായി തീർപ്പ് കൽപ്പിച്ചു എന്ന് കേസിനിടെ ഹൈക്കോടതി പരാമർശിച്ചു. ഇതോടെ രാജി അനിവാര്യമായി. അമേരിക്കയുടെ എതിർപ്പ് മറികടന്ന് റഷ്യയിൽ നിന്ന് ഇന്ത്യ ക്രയോജനിക് സാങ്കേതിക വിദ്യ സ്വന്തമാക്കി എന്നായിരുന്നു റിപ്പോർട്ടുകൾ. ഇത് കൈക്കലാക്കാൻ
മാലി സ്വദേശികളായ ചാരവനിതകളെ പാകിസ്ഥാൻ നിയോഗിച്ചു എന്നുമായിരുന്നു ആദ്യ കുറ്റപത്രം. ഹൈക്കോടതി ഈ കുറ്റപത്രം പൂർണ്ണമായും തള്ളി. പ്രധാനമന്ത്രി നരസിംഹറാവു കെ കരുണാകരനെ കുടുക്കാൻ കെട്ടിച്ചമച്ചതാണ് കേസ് എന്ന് മകൻ കെ മുരളീധരൻ ആരോപിച്ചു. മുഖ്യമന്ത്രി കുറ്റം ചെയ്തിട്ടില്ല എന്ന് ഒരു കുഞ്ഞുപോലും വിശ്വസിക്കില്ല എന്ന് ഉമ്മൻചാണ്ടി പരസ്യമായി പറഞ്ഞു. ആരോപണങ്ങളെ തുടർന്ന് കെ കരുണാകരൻ രാജിവെച്ചു. പിന്നാലെ തൃശൂരിൽ നിന്ന് ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും തോറ്റു. രമൺ ശ്രീവാസ്തവയ്ക്കെതിരെ ഉള്ള പരാതികളുടെ പേരിൽ ചിലരൊക്കെ കെ കരുണാകരനെ കുറ്റപ്പെടുത്തി എന്നതൊഴിച്ചാൽ ചാരക്കേസിൻ്റെ പേരിലാണ് കെ കരുണാകരൻ രാജിവെച്ചു എന്ന് പറയുന്നത് ശരിയല്ല. അത് അന്ന് നടന്ന കാര്യങ്ങൾ അറിയാൻ മേലാത്ത ആളുകളാണ് അങ്ങനെ പറയുന്നത്. അന്ന് കോൺഗ്രസിലെ ഈ നേതൃമാറ്റ സംഭവ വികാസങ്ങൾ അന്ന് ഗ്രൗണ്ട് സീറോയിൽ നിന്നുകൊണ്ട് മാതൃഭൂമിക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്ത ഒരാളെന്നുള്ള നിലയിലാണ് പറയുന്നത്. വാസ്തവത്തിൽ ഞാൻ പറഞ്ഞതാണ് സംഭവിച്ചത്. കരുണാകരനെ നീക്കാനുള്ള പരിശ്രമങ്ങൾ വളരെ നേരത്തെ തുടങ്ങിയിരുന്നു. അദ്ദേഹത്തെ നീക്കണമെന്ന് ഔപചാരികമായി ആവശ്യപ്പെട്ടു 1 മാസത്തിന് ശേഷമാണ് ഈ ചാരക്കേസ് എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ ഉത്ഭവിക്കുന്നത്. ഇലക്ഷൻ ഡെസ്ക് 24. ഒരു സമയത്ത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ ചർച്ചകൾ എന്ന് വെച്ചാൽ കൊടുമ്പിരി കൊണ്ട ചർച്ചകൾ അതായിരുന്നു ചാരക്കേസ്. അതിനനുബന്ധമായ സംഗതികളൊക്കെ ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും എന്നല്ല, രാഷ്ട്രീയ കേരളത്തിൻ്റെ ചരിത്രം എഴുതുന്നവർക്ക് ഈ അധ്യായങ്ങൾ മാറ്റിവെക്കാനേ കഴിയില്ല. കെ കരുണാകരൻ എന്ന രാഷ്ട്രീയ അധികായൻ്റെ ജീവിതത്തിലൂടെയൊക്കെ ധാരാളം യാത്ര ഈ കേസ് നടത്തിയിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും. പിന്നെ ഈ നമ്പിനാരായണനെ കുറ്റമുക്തനാക്കിയ ശേഷവും ആ വിഷയം വീണ്ടും ചർച്ചയാക്കപ്പെട്ടു. എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനൽ ചർച്ചകളിൽ പോലും അത് വിഷയമായി വന്നു. പിന്നീട് മാധ്യമങ്ങൾ ഇക്കാലത്തും ഈ കേസിന്റെ പേരിൽ വിചാരണ ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് മാധ്യമങ്ങളുടെ മേലും ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നത് കൂടിയായിരുന്നു ചാരക്കേസും അതിൻ്റെ വാർത്തകളും അതിൻ്റെ റിപ്പോർട്ടിംഗ് രീതിയും ഒക്കെ. അതൊക്കെ പിന്നീട് വന്ന മാധ്യമ വിദ്യാർത്ഥികൾ നമ്മളൊക്കെ പിന്നീട് അത് വിശകലനം ചെയ്യുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ എക്കാലത്തും അത് ചർച്ചയായി നിൽക്കും. അതിൻ്റെ അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ വിവരങ്ങൾ, അതിൻ്റെ കഥകൾ, അതിലേക്ക് നയിച്ച മറ്റു തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകളൊക്കെ. ശരി, അപ്പോൾ ആ ഓർമ്മയിൽ നമ്മൾ നേരെ പോകുന്നു അടുത്ത സെഗ്മെന്റിലേക്ക്. ഇനി സ്റ്റേറ്റ് സ്കാൻ കാണാം. പൗരത്വ ഭേദഗതി നിയമത്തിന്റെ അലയൊലി ഏറ്റവും ശക്തമായി ആഞ്ഞടിച്ച ഇടമാണ് അസം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു ഹിതപരിശോധനയായി എടുത്താൽ അസമിൽ പൗരത്വ വിഷയത്തിലെ നിലപാടാകും പ്രതിഫലിക്കുന്നത്. BJPക്കെതിരെയുള്ള വോട്ടുകൾ ഏകോപിപ്പിക്കാൻ രൂപീകരിച്ച കോൺഗ്രസ്, ആം ആദ്മി അടക്കമുള്ള 16 പാർട്ടികളുടെ യുണൈറ്റഡ് ഓപ്പോസിഷൻ ഫോറം ഏറെ പ്രതീക്ഷയിലാണ്. MLA-മാരടക്കം BJPയിൽ അഭയം പ്രാപിക്കുന്നത് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. അതേസമയം തന്നെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 25 ലോക്സഭാ സീറ്റുകളിൽ 14 അസമിൽ നിന്നാണ്. സപ്ത സഹോദരിമാരിൽ ഏറ്റവും കടുത്ത പോരാട്ടം നടക്കുന്ന ഇടമെന്ന് അസമിനെ വിശേഷിപ്പിച്ചാൽ അതിൽ അതിശയോക്തിയില്ല. അതിനപ്പുറത്തേക്ക് പൊതു തെരഞ്ഞെടുപ്പിലെ ഫോക്കസ് വിഷയമായ പൗരത്വ നിയമം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പ് കോതയെ പൊള്ളിപ്പിക്കുന്ന ഇടം കൂടിയാണ് അസം. ഭരണകക്ഷിയായ BJPക്കും NDA മുന്നണിക്കും ഏറെ ആശ്വാസം നൽകുന്ന പ്ലോട്ടാണ് അസമിൽ. പതിയെ സ്വാധീനവും വോട്ട് നിലയും സീറ്റും ഉയർത്തുന്ന BJP 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 60 സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. 2019 മത്സരിച്ച 10 സീറ്റിൽ 9 ജയിച്ചു കയറിയാണ് BJP 2024 നേരിടാൻ ഒരുങ്ങുന്നത്. അസം ഗണപരിഷത്തും യുണൈറ്റഡ് പീപ്പിൾസ് പാർട്ടി ലിബറലുമായി സഖ്യമുണ്ടാക്കിയാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ BJP നേരിടുന്നത്. ആകെയുള്ള 14 സീറ്റുകളിൽ 11ഇടത്തും BJPയും 2ഇടത്ത് അസം ഗണപരിഷത്തും 1ഇടത്ത് UPPLുമാണ് മത്സരിക്കുന്നത്. അതിനൊപ്പം ഒരു കാലത്ത് കോൺഗ്രസിന്റെ വിശ്വസ്തനായിരുന്ന നേതാവ് ഹിമന്ത ബിശ്വ ശർമ്മ BJPയിലേക്ക് ചേക്കേറി മോദിയേക്കാൾ വലിയ കോൺഗ്രസ് വിരുദ്ധനാകുന്ന കാഴ്ച ഏറെ കണ്ട കാലം കൂടിയാണ് അസം രാഷ്ട്രീയത്തിൽ കടന്നുപോയത്. പ്രതിപക്ഷത്തേക്ക് വന്നാൽ BJPയുടെ അപ്രമാദിത്വം തടയാനുള്ള ഏക വഴി BJP വിരുദ്ധ വോട്ടുകളെ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ അത്തരത്തിലൊരു ഐക്യപ്പെടേണ്ട കാലാവസ്ഥ പ്രതിപക്ഷ നിരയിൽ ഉയരാത്തത് തന്നെയാണ് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നത്. ബംഗാളിലേതുപോലെ തന്നെ അസമിലും ഇന്ത്യ സഖ്യമില്ലാതെ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് തൃണമൂൽ തുടക്കത്തിലെ നിലപാട് വ്യക്തമാക്കി. തൃണമൂൽ നിലവിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച 4 സീറ്റുകളിൽ 3ഇടത്തും കോൺഗ്രസ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതാണ്. ഇന്ത്യ സഖ്യം ചേർത്തുള്ള അസമിലെ പ്രതിപക്ഷ ഐക്യനിരയായ യുണൈറ്റഡ് ഓപ്പോസിഷൻ ഫോറത്തിലുള്ളത് ആം ആദ്മിയും ഇടതു പാർട്ടികളും ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കും അസം ജാതി പരിഷത്ത് എന്നിവയുമാണ്. ഇന്ത്യ സഖ്യത്തിന് മുമ്പേ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ഈ ഐക്യനിര രൂപീകരിച്ചത്.
2021 ഐക്യനിരയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ബദറുദ്ദീൻ അജ്മലിന്റെ നേതൃത്വത്തിലുള്ള ഓൾ ഇന്ത്യ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് നിർണായക ശക്തിയാണ്. മുസ്ലിം വോട്ട് ബാങ്കിന്റെ സ്വാധീനമുള്ള ഈ പാർട്ടിയാണ് BJPയും കോൺഗ്രസും കഴിഞ്ഞാൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ പാർട്ടി. മറ്റ് സംസ്ഥാനങ്ങളിലുള്ളതുപോലെ തന്നെ നേതാക്കളുടെ BJPയിലേക്കുള്ള കൊഴിഞ്ഞുപോക്കും അസമിലുണ്ട്. PCC വർക്കിംഗ് പ്രസിഡന്റുമാരായ റാണ ഗോസ്വാമിയും കമലാഖ്യാദെ പുരകായസ്ഥയും കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് ചേക്കേറിയിരുന്നു. ജനസംഖ്യയുടെ 32% മുസ്ലിംസാണ്. പൗരത്വ നിയമം ചർച്ചയാകും എന്ന് ഉറപ്പാണ്. മതേതര വോട്ടുകൾ, ഒപ്പം BJP വിരുദ്ധ വോട്ടുകൾ, അതിനോടൊപ്പം ന്യൂനപക്ഷത്തിന് വിശ്വാസം കൂടി ആർജിച്ചാൽ നില മെച്ചപ്പെടുത്താനാകുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രതീക്ഷ. പ്രതിപക്ഷത്തെ ഭിന്നതയിൽ വോട്ടുകൾ ശിഥിലമാകുമെന്നതാണ് BJP പ്രതീക്ഷ. അങ്ങനെ സംഭവിച്ചാൽ മത്സരിക്കുന്ന 11-ൽ 11 പിടിച്ചെടുക്കുക എന്നുള്ളത് BJPക്ക് പ്രയാസമുള്ള കാര്യമേ ആകില്ല. ക്യാമറമാൻ അലോഷിയോടൊപ്പം സുഹൈൽ മുഹമ്മദ്, 24. അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ രാഷ്ട്രീയമാണല്ലേ വിജയകുമാർ? ഇതിൽ അസം ഒരു പ്രധാനപ്പെട്ട കേസാണ് പ്രജിൻ. ഇതിൽ പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിക്കാതിരുന്നാലേ BJPയെ തോൽപ്പിക്കാൻ കഴിയൂ എന്ന് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ നേതാക്കളും ഒക്കെ പറയുമ്പോൾ അത് ഗ്രൗണ്ടിൽ നടപ്പാകുന്നില്ലല്ലോ. അതിന്റെ ഒരു ക്ലാസിക് കേസാണ് അസം. അതെ, ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. ഇപ്പോൾ വിജയകുമാറിന് ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന രാഷ്ട്രീയ മണ്ഡലം അതൊരു അതിൽ കൃത്യമായി അതിനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ വിജയകുമാർ ഈ പൊളിറ്റിക്സിൽ ഇറങ്ങുകയും ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ഒക്കെ അതിനെക്കുറിച്ച് അങ്ങനെ ആലോചിക്കായിരുന്നു. അത് താല്പര്യമുണ്ടോ? എനിക്ക് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാം. അല്ലാതെ മത്സരിച്ച് ജയിക്കാനില്ല. മത്സരിച്ച് ജയിക്കാൻ വോട്ട് കിട്ടണ്ടേ? താല്പര്യമില്ലാഞ്ഞിട്ടല്ല, ആരാ വോട്ട് ചെയ്യുക? നമ്മുടെ പ്രൊഡ്യൂസറെ അവിടെ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് അടുത്ത രാജ്യസഭ MP ഒക്കെ ആവാൻ ചാൻസ് ഉണ്ടെന്ന്. ആണോ? അങ്ങനെയാണെങ്കിൽ ഒരു നോക്കാം. അങ്ങനെ സംഭവിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അത് പൊളിച്ചു പ്രജനെ, അത് പൊളിച്ചു. അന്ന് ഇതുപോലെ എന്നെ കൂട്ടണം. അപ്പൊ ആ സെഗ്മെന്റിന്റെ പേരും അത് പൊളിച്ചു. കാണാം. അപ്പോൾ ഓരോ വോട്ടും ഉറപ്പിക്കുക എന്നതാണ് നിലവിൽ സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരുടെ വെല്ലുവിളി അതാണ്. അപ്പോൾ വോട്ട് പെട്ടിയിലാക്കാനുള്ള 18 അടവും പയറ്റുന്നുണ്ട് സ്ഥാനാർത്ഥികൾ. ജനങ്ങളെ കണ്ടാൽ ഒന്ന് ചിരിക്കാത്തവരൊക്കെ തന്നെ ഇപ്പോൾ നിർത്താതെ ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രസകരമായ കാര്യം. ഇനി ചിരിച്ചിട്ട് തിരിച്ചു ചിരിക്കാത്ത വോട്ടർമാരെ ചിരിപ്പിക്കാൻ ഡാൻസും പാട്ടുമൊക്കെയായി ആഘോഷമാക്കുകയാണ് പ്രചാരണ വേദികളിൽ സ്ഥാനാർത്ഥികൾ. കാണാം സ്ഥാനാർത്ഥികൾ ഒളിപ്പിച്ചു വെച്ച അവരുടെ കലാപരമായ കഴിവുകൾ. തെരഞ്ഞെടുപ്പ് കാലമെന്നാൽ പകർന്നാട്ടങ്ങളുടെ കാലം കൂടിയാണ്. ആട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സൂക്ഷിച്ച് പറയണം. കാരണം ചില ആട്ടങ്ങൾ ചില ആളുകൾക്ക് മാത്രമേ ആടാൻ പറ്റുകയുള്ളൂ എന്ന് ചില ചേച്ചിമാർ പറയുന്ന കാലം കൂടിയാണ്. ഏതായാലും സ്ഥാനാർത്ഥികൾ അവരുടെ തനി സ്വഭാവത്തിൽ നിന്ന് സ്നേഹമുള്ളവരായും വാത്സല്യം നിറഞ്ഞു തുളുമ്പുന്നവരായും പല പല വേഷങ്ങളിലേക്ക് പകർന്നാടുന്ന കാഴ്ചകളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. എന്തും നമുക്ക് ഓട്ടാക്കണം, എന്തും നെഞ്ചത്തടിച്ച് കരയണം. വേണ്ട, നാട്ടുകാരെ ചിരിപ്പിക്കലല്ലോ നമ്മുടെ ഉദ്ദേശം. വാ, കുറെ കാര്യങ്ങളുണ്ട്. വാ, വാളെടുക്കണം, വലവിരിക്കണം, വേണ്ടിടത്ത് വേണ്ട പോലെ വാൾമടക്കണം, വേഷം കെട്ടണം, നാണം മാറ്റണം. ഇനിയാണ് ശരിക്കുള്ള ആട്ടം. തൃശൂരിലും പത്തനംതിട്ടയിലും സ്ഥാനാർത്ഥികൾ ആടിത്തിമിർക്കുകയാണ്. നിങ്ങൾ എൻ്റെ അടുത്ത് ശിഷ്യപ്പെടാൻ വാ. സത്യത്തിൽ കോൺഗ്രസുകാർ അനിൽ കെ ആന്റണിയുടെ കഴിവിനനുസരിച്ച് ചുമതല കൊടുക്കാത്തത് കൊണ്ടാണോ BJPയിൽ പോയതെന്ന് സംശയിച്ചു പോകും. ഡാൻസിന്റെ വല്ല ചുമതലയും കൊടുത്തിരുന്നെങ്കിൽ ഇതുപോലെ ഡാൻസും കളിച്ച് നടന്നേനെ. ഏതായാലും BJPക്കാർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ അടുത്ത് ശിഷ്യപ്പെടാൻ വാ. സ്വന്തം തന്തയെ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്തിട്ട് നീ ചുടലപ്പറമ്പിൽ കുത്തിയിരുന്ന് ആഘോഷിക്കും. നിനക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ? സുരേഷ് ഗോപിയുടെയും അനിൽ കെ ആന്റണിയുടെയും പെർഫോമൻസ് കണ്ടപ്പോൾ LDF ക്യാമ്പിൽ ഹാലിളകി. ഒരു സിനിമാ നടൻ സ്ഥാനാർത്ഥിയായി ഉണ്ടായിട്ടും ഡാൻസ് കളിക്കാത്തത് വളരെ മോശമാണെന്ന് പാർട്ടി വിലയിരുത്തി എന്ന് തോന്നുന്നു. നിനക്ക് ടപ്പം കുത്തറിയോ? അറിയില്ല. ആടാ, പണ്ട് സൈക്കിളോട്ടുകാർ നാട്ടിൽ വന്നപ്പോ നടത്തിയ സൈക്കിളജ്ഞം കണ്ടിട്ടുണ്ട്. അത് മതി. മിനി ബാബുവിന് വിജയകുമാറോട് ഒരു കാര്യം പറയാനുണ്ട്. വിജയകുമാർ ഇലക്ഷന് മത്സരിച്ചാൽ തോറ്റുപോകും.
ശരിയാ ശരിയാ. കാരണം ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ പല അടവുകളും പറ്റിക്കണം. അതുമല്ല വാർത്താമഴയും ഇലക്ഷൻ സ്റ്റണ്ടും ഒക്കെ നടത്തി 24 അങ്ങനെ ജീവിച്ചു പോയിക്കോട്ടെ എന്ന് പരിതപിക്കുന്നു മിനി ബാബു. സ്നേഹം ഇവർ പറയുന്നത് പോലെ. അപ്പോ ഇന്നത്തെ സ്റ്റണ്ടിന് തീരാനുള്ള സമയമാണ്. ഇലക്ഷൻ സ്റ്റണ്ടിൽ ഒരുപാട് കാഴ്ചകളുണ്ട്. അത് വരും ദിവസങ്ങളിൽ പ്രേക്ഷകരിൽ എത്തിക്കും.